ഇൽമുൽ ഗൈബ്. ഇൽമുൽ ഗൈബിന്റെ അർത്ഥം അദൃശ്യജ്ഞാനം എന്നാണ് ഇത് പാഠത്തിലേറെ പറയുന്നത്. അപ്പോ അർത്ഥം ചോദിച്ചാൽ എഴുതേണ്ടി വരും. ശ്രദ്ധിക്കാം. ഓക്കെ, സൃഷ്ടികൾ സാധാരണ രീതിയിൽ അറിയാത്ത കാര്യങ്ങളാണ് ഗൈബ് എന്ന് പറയുന്നത്. ഓക്കെ, സൃഷ്ടികൾ സാധാരണ രീതിയിൽ അറിയാത്ത കാര്യങ്ങളാണ് ഗൈബ് എന്ന് പറയുന്നത്. അപ്പോ സ്വതന്ത്രമായ കാര്യമാണ് അല്ലാഹു മാത്രമാണ്. അല്ലാഹു മാത്രമാണ് ഗൈബ് അറിയുന്നത്. ഓക്കെ, അല്ലാഹു പറയുന്നു ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദി ഗൈബ ഇല്ലല്ലാഹ്. ഇതിനർത്ഥം കിതാബ് കാണുക. ഇതാണ് ഇതിന്റെ അർത്ഥം. ആകാശഭൂമിയിലുള്ള ഗൈബ് അല്ലാഹുവല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് പറയുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഉദ്ദേശം. ഓക്കെ, അപ്പൊ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഗൈബ് അറിയുന്ന ചരിത്രങ്ങളുണ്ട്. അതെങ്ങനെയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുക്കാണ്. ഓക്കെ, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവർ ഗൈബ് അറിയിച്ചു കൊടുക്കും. ക്ലിയർ ആയോ? അപ്പൊ യാതൊരു സംഭവിക്കുന്ന നിരവധി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് ഈ അല്ലാഹു ഗൈബ് അറിയിച്ചിട്ട് പരിപാടി. നിങ്ങൾ അഖീദയിൽ ആലിയാവുല്ലാത്ത ഒരുപാട് ഖിയാമത്തിന്റെ തെളിവുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതൊക്കെ എന്താണ്? ഇതിന്റെ തെളിവാണ്. അപ്പൊ നബിമാരിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാൻ പറയുന്നത് നമുക്ക് നോക്കാം. ഖിദ്ർ അലൈഹിസ്സലാം പല മാറ്റകാര്യങ്ങളും മൂസ അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തതായി ഖുർആൻ പറയുന്നത്. അത് ഒരു തെളിവാണ്. പിന്നെയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതും ഒരു നബി പറഞ്ഞു എന്നതിന് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഷഹീദായ ആരാണ്, വധിക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു വരാൻ സാധ്യതയുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞ വൈകിയാലാണ് തെളിവാണ്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ തെളിവുണ്ട്. എന്താ? നിങ്ങൾ ഭക്ഷിച്ചത് എന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചത് എന്താണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? അതെന്താണ് ഈസാ നബി അറിയാം ഓരോ വീട്ടിലുള്ളത്. അത് വൈകിയ തെളിവാണ്. ഓക്കെ, ഇതുപോലെ പല പ്രവാചകങ്ങളും വൈകിയ പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു നബിമാരല്ല മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് എന്തല്ല നബി അല്ലല്ലോ, കാരണം പുരുഷന്മാരാണ് നടക്കുന്നത്. അപ്പൊ അവരും അറിയിച്ചു. അത് ഔലിയാക്കൾക്ക് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ഗൈബ് അറിയാൻ കഴിയുന്നതിന്റെ തെളിവാണ്. ഓക്കെ, അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തല്ല വവഹീനാ ഇലാ മൂസാ റസൂലി ഫഇദാ റുഫി അലൈഹി ഫഅൽഖീഹി ഫിൽ യമി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദു ഇലൈഹി വജഅലു മിനൽ മുർസലീൻ. ആയത് വിളിച്ചോളാം. അർത്ഥനാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന്റെ നാം സന്ദേശം നൽകി കുട്ടിക്ക് നീ മുലയൂട്ടുക, കുട്ടിയെ ഫിർഔൻ കൊന്നു കളയുമെന്ന് നീ ഭയപ്പെട്ടാൽ കുട്ടിയെ കൈയിടുക, നീ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. വിഷയം അവനെ നാം നിന്നിലേക്ക് തിരിച്ചു നിർത്തുകയും അവരെ പ്രവാചകർ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതാണ്. ഓക്കെ, ഇതിന് അല്ലാഹു വേറെ സ്ഥലത്ത് പറയുന്നു ഞാൻ ഈ കുട്ടിയെ കടപ്പുറത്തിടും, എന്റെ കുട്ടിയുടെ ശത്രു കുട്ടിയെ എടുക്കും. ഇതൊക്കെ ഗൈബിയായ കാര്യങ്ങളാണല്ലേ. അപ്പൊ ഇവിടെയുള്ള പോയിന്റുകൾ കുട്ടിയെ കൈയിടും, കുട്ടിയെ എടുക്കും, കുട്ടിയെ തിരിച്ചു കിട്ടും, കുട്ടി പ്രവാചകനാവും. ഇതെല്ലാം ഗൈബിയായ കാര്യങ്ങളാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് അറിയിച്ചു കൊടുത്തു. അപ്പൊ ഔലിയാക്കൾക്ക് അങ്ങനെ അറിയിച്ചു കൊടുക്കുന്നതിനാണ് ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അങ്ങനെ ആ സ്ഥലത്തോട് വിളിച്ചു പറഞ്ഞു യാ സാരിയ അൽ ജബൽ അൽ ജബൽ. എന്താണ് സാരിയത്? പർവ്വതഭാഗം ശ്രദ്ധിക്കൂ. പർവ്വതത്തിലൂടെ എരിച്ചു കയറാൻ ശ്രമിക്കുന്ന ശത്രുസൈന്യത്തെ കണ്ടത് കൊണ്ടായിരുന്നു പർവ്വതഭാഗം ശ്രദ്ധിക്കൂ എന്ന് മുന്നറിയിപ്പ് നൽകിയത്. ഓക്കെ, പർവ്വതഭാഗം ശ്രദ്ധിക്കൂ സാരിയ എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ പിന്നിലെ ഭാഗത്തൂടെ മലന്റെ പിന്നിൽ കൂടി ശത്രുക്കൾ അങ്ങനെ എരിച്ചു കയറുന്നത് ദൂരെ നിന്ന് കണ്ടു. ഇത് വൈകിയായ വളരെ ദൂരമായിട്ട് കാര്യം കേൾക്കുകയും ശ്രദ്ധ കേൾക്കുകയും കാണുകയും ചെയ്ത് അള്ളാഹു നൽകിയ അദൃശ്യക്കാരനുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അറിയുന്നവരുണ്ടാകും എന്നതിന്റെ തെളിവാണ് ഈ രണ്ട് മൂസാ നബിയുടെ ഉമ്മാനും ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു എല്ലാം കേട്ടത്. ഓക്കെ, ഇനി പ്രവാചകൻ അള്ളാഹു ഉദ്ദേശിച്ച കുറച്ച് പോയിന്റ്സ് ആണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. ഓക്കെ, അറിയിച്ചു കൊടുക്കും. ഇതാണ് മനുഷ്യന്റെ ഖുർആനിൽ പല തരത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തുണ്ട്. പ്രവാചകൻ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് അത് അവരുടെ മുഴച്ചതാണ്. ഓക്കെ, അപ്പൊ അമ്പിയാക്കൾക്ക് കിട്ടുന്ന അപ്പൊ ഔലിയാക്കൾക്ക്